നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചും തൊഴിൽ, പഠനം, ധനസ്ഥിതി, ബിസിനസ് എന്നിവയെക്കുറിച്ചുമാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. 27 നക്ഷത്രത്തിൽ 6ാമത്തെ നക്ഷത്രവും പരമശിവന്റെ നക്ഷത്രവുമാണ് തിരുവാതിര. സംഹാര നക്ഷത്രമെന്നും ഈ നക്ഷത്രം അറിയപ്പെടുന്നു. തിരുവോണം നക്ഷത്രം വേദനക്ഷത്രമായി കണക്കാക്കാറുണ്ട്. ധനുമാസത്തിലെ തിരുവാതിര വളരെ പ്രസിദ്ധമാണ്. തിരുവാതിര നക്ഷത്രത്തിൻ്റെ നക്ഷത്രനാഥൻ രാഹുവാണ്. രാഹുർ ദശയിലാണ് ഇവർ ജനിക്കുന്നത്. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർ മെലിഞ്ഞവരും തടിച്ചവരുമായിരിക്കും. ചെയ്യുന്ന ജോലി ഏതായാലും കൃത്യനിഷ്ഠതയോടെ ചെയ്തു തീർക്കുന്നവരുമായിരിക്കും. തിരുവാതിര നാളുകാരിൽ തൊഴിൽപരമായ പല മാറ്റങ്ങളും ഉണ്ടാകും. അന്യരുടെ മുമ്പിൽ തലകുനിച്ച് ബഹുമാന ആദരവുകൾ പ്രകാശിപ്പിക്കുവാൻ ഇവർക്ക് വളരെ പ്രയാസമായിരിക്കും. ഒരുപക്ഷെ ഇതായിരിക്കും ഇവരുടെ പുരോഗതിക്ക് പ്രധാനമായ പ്രതിബന്ധമായി തീരുന്നത്. ശാസ്ത്രീയ വിഷയത്തിനുള്ള ഗവേഷണം ഇവരെ സംബന്ധിച്ചിടത്തോളം വിജയകരമായിരിക്കും. വ്യവസായ വ്യാപാരങ്ങളിലും ഇവർക്ക് പരാജയം സംഭവിക്കാറില്ല. പൊതുപ്രവർത്തനത്തിൽ ശോഭിക്കുവാനുള്ള കഴിവും ഇവർക്ക് ജന്മസിദ്ധമാണ്. ആത്മാർത്ഥതയും നിഷ്പക്ഷതയും നിമിത്തം സംഭവിക്കാവുന്ന ദോഷങ്ങളെ മാത്രമേ ആ രംഗങ്ങളിൽ ഇവർക്കു നേടിയെടുക്കേണ്ടി വരികയുള്ളൂ. സഞ്ചാരവും വിദേശവാസവുമാണ് ഇവർക്ക് ഗുണകരമായി കാണുന്നത്. ഏതാണ്ട് 31 വയസ്സ് മുതൽ 42 വയസ്സിനകത്താണ് ഇവരുടെ സുവർണ കാലഘട്ടം ആരംഭിക്കുന്നത്. അഥവാ 32 മുമ്പ് അഭിവൃദ്ധി ഉണ്ടായാൽ തന്നെയും പ്രസ്തുത കാലഘട്ടത്തിന് ശേഷമേ അവയ്ക്ക് സ്ഥിരീകരണമുണ്ടാകുകയുള്ളൂ. പൊതുവെ ഈ നക്ഷത്രക്കാർക്ക് വിവാഹം താമസിച്ചാണ് നടക്കുന്നത്. മുൻകൂട്ടി വിവാഹം നടന്നാൽ തന്നെയും അഭിപ്രായ വൈരുദ്ധ്യം കൊണ്ട് വേർപെട്ട് താമസിക്കുവാനും ഇടയാകും. ഈശ്വരഭക്തിയോടൊപ്പം ഫലിതം പറച്ചിലിലും ഇവർ കേമന്മാരാണ്. തിരുവാതിര നാളുകാർക്ക് അധികവും വരുന്ന അസുഖങ്ങൾ വാതരോഗം, ഹൃദയരോഗം, ദന്തരോഗം എന്നിവയാണ്. ഈ നക്ഷത്രക്കാരുടെ ഭാര്യമാർക്ക് ഇവരിൽ കൂടുതൽ സ്വാധീനമോ നിയന്ത്രണമോ വയ്ക്കുവാൻ സാധിക്കുന്നു. ഈ നാളുകാരികളായ സ്ത്രീകൾ മിക്കവാറും കഫപിത്ത പ്രകൃതക്കാരായിരിക്കും. സ്വഭാവ ഗുണവും ശാന്തശീലരുമായിട്ടാണ് ഇവരെ കാണുന്നത്. അന്യരുടെ ദൂഷണങ്ങളെ മാത്രം കണ്ടുപിടിക്കുവാനുള്ള താല്പര്യമായിരിക്കും ഇവരിൽ മുന്നിട്ട് നിൽക്കുന്നത്. ദാമ്പത്തിക ജീവിതം വിജയകരമായിരിക്കുകയില്ല. മിക്കവാറും താമസിച്ചുള്ള വിവാഹമായിരിക്കും ഈ നാളുകാരികളായ സ്ത്രീകൾക്ക് ഉണ്ടാകുക. മക്കളെ കൊണ്ടോ ഭർത്താവിനെ കൊണ്ടോ സ്വന്തക്കാരെ കൊണ്ടോ ഇവരിലധികം പേർക്കും സ്വസ്ഥത കിട്ടുകയില്ല. ചിലർക്ക് രക്തദൂഷ്യം, രക്തക്കുറവ്, ഗർഭാശയ രോഗം ഇവയിലേതെങ്കിലും ഇവരെ കൂടെ ഉപദ്രവിച്ചെന്ന് വരാം. ഏകാന്തതയെ ഇഷ്ടപ്പെടുന്നവരല്ല ഇവർ. തിരുവാതിര നാളുകാർ ഒന്നിലും മുറുകെ പിടിച്ച് മുന്നോട്ട് ജീവിതം നയിക്കുന്നവരല്ല. തൊഴിൽപരമായ ചില മാറ്റങ്ങളും ഇവർക്കുണ്ടാകും. ഈ നക്ഷത്രത്തിൽ ചെയ്യാവുന്ന കർമ്മങ്ങൾ വിദ്യാരംഭം ചെയ്യുന്നതിന് നല്ലതാകുന്നു. വ്യവഹാരം തുടങ്ങുന്നതിനും അഗ്നി കൊണ്ട് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾക്കും ഈ നക്ഷത്രം നല്ലതാകുന്നു. രാഹുർ ദശയിലാണ് ജനനം. തുടർന്ന് വ്യാഴദശ, ശനിദശ, ബുധദശ, കേതുദശ, ശുക്രദശ, സൂര്യദശ, ചന്ദ്രദശ ഈ ക്രമത്തിൽ ദശാകാലങ്ങൾ